പ്രിയമുള്ളവരെ, ഉബൈദുള്ളയാണ്. എല്ലാവരും ഈ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കിയേ. ഈ ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. 2ഉം 6ഉം വയസ്സുള്ള 2 പൊന്നു മക്കൾക്ക് പാലിൽ വിഷം കലർത്തി നൽകിയിട്ട് അച്ഛനും മുത്തശ്ശിയും ആത്മഹത്യ ചെയ്ത കഥ. ഈ വാർത്ത കണ്ടവിടെ ഹൃദയം പിടക്കാതെ പോയിട്ടുണ്ടാവില്ല, കണ്ണ് നിറയാതെ പോയിട്ടുണ്ടാവില്ല. കാരണം അത്രയും ദയനീയമായ, അത്രയും സങ്കടകരമായ ഒരു വാർത്തയാണത്. എന്താണ് ഇങ്ങനെ ഒരു കൊടും ക്രൂരത ഈ പൊന്നു മക്കളോട് ചെയ്യാനുള്ള കാരണം നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. വിവാഹിതരായി 2 മക്കളായിട്ട് പോലും പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ പിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാര്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ സാധാരണയാണ്. അങ്ങനെയുള്ള പിണക്കങ്ങൾ മാറി ഇണക്കമാവുമ്പോൾ ആ ഇണക്കത്തിന് ശക്തി കൂടാറാണ് പതിവ്. പക്ഷേ ചില പിണക്കങ്ങൾ അത് മൂർച്ഛിച്ച് അത് വാശിയാകും, പകയാവും. പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തും. ആ ഒരു അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. 2 മക്കളായിട്ട് പോലും പരസ്പരം തിരിച്ചറിയാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ. ഈ പൊന്നു മക്കളുടെ ഒരു അവകാശമാണ്, നമ്മൾ കൊടുക്കുന്ന ഔദാര്യമല്ല, അവരുടെ അവകാശമാണ് മാതാവിന്റെയും പിതാവിന്റെയും കൂടെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത്. ഈ ഇളം പ്രായത്തിൽ തന്നെ ആ മക്കൾക്ക് ആ ഭാഗ്യം നഷ്ടപ്പെട്ടു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു, കേസായി, നിയമ നടപടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ 2 മക്കളും ഈ ഭർത്താവിന്റെ കൂടെയാണ്, അച്ഛന്റെ കൂടെയാണ്. എന്നാൽ ഈ അടുത്ത് കോടതി വിധി വന്നത് പ്രായപൂർത്തിയാവാത്തത് കാരണം മക്കളെ അവരുടെ അമ്മക്ക് വിട്ടുകൊടുക്കണം. ഏതൊരു മനുഷ്യനും സങ്കടപ്പെടും. അച്ഛൻ കരയുന്ന രംഗുണ്ട്. മക്കള് വേർപെട്ടു പോകുമ്പോ ഏത് പിതാവിന്റെയും കണ്ണ് നിറയും. ഇവിടെ അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടാവും, എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ പൊന്നു മക്കള് അവളിലേക്ക് പോവാണ്, അതാ പിതാവിന് താങ്ങാൻ കഴിഞ്ഞെന്ന് വന്നിട്ടുണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കുന്നത്, ആ മനുഷ്യൻ തോറ്റുപോയി. അങ്ങനെ ജീവിതം വേണ്ടാമെന്ന് വിചാരിച്ചിട്ട് ആ പൊന്നു മക്കള് അച്ഛനല്ലേ നീട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അച്ഛനല്ലേ നീട്ടുന്നത്, അത് പാലല്ലേ. ആ ഒരു ചിന്തയിലെ സന്തോഷത്തോടെ വാങ്ങി കഴിച്ചതായിരിക്കാം പൊന്നുമക്കള്. പക്ഷെ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന, ജീവൻ എടുക്കുന്ന ആ വിഷം ആ പൊന്നു മക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആ പൊന്നു മക്കളുടെ കുഞ്ഞു ജീവൻ എടുത്തിട്ട് അച്ഛനും മുത്തശ്ശിയും അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദാമ്പത്യ ജീവിതം നയിക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ, ഒട്ടലും ചീറ്റലുണ്ടാവും. അവിടെ നമ്മൾ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പരസ്പരം കണ്ടറിഞ്ഞ് ജീവിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ വാശികൾ ജയിക്കുമ്പോൾ ജീവിതം പരാജയപ്പെടും. വാശി ജയിക്കുള്ളൂ, പക്ഷെ ജീവിതം പരാജയപ്പെടും. ഇങ്ങനെയുള്ള അവസ്ഥ നമുക്ക് ആർക്കും ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.